ധ്രുവിൻ്റെ വീഡിയോയുടെ മലയാളം ട്രാൻസ്ലേഷനാണിത്. വിഷയം ക്യാൻസറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എന്താണ് ഈ രോഗം, എങ്ങനെയാണ് ഈ രോഗം വരുന്നത്, എങ്ങനെ തടയാൻ തുടങ്ങിയ ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഒരിക്കലും സിഗരറ്റ് വലിച്ചിട്ടില്ല, മദ്യപിച്ചിട്ടുമില്ല, എന്നിട്ടും ക്യാൻസർ വന്നു. അതെങ്ങനെയാണ് സംഭവിക്കുക? ക്യാൻസറിനെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കോശങ്ങളെക്കുറിച്ച് അറിയണം. ദിവസവും ഏകദേശം 330 ബില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നശിക്കപ്പെടുകയും പുതിയതായി ഉണ്ടാവുകയും ചെയ്യുന്നു. യുവരാജനും സഞ്ജയ് ദത്തിനും ക്യാൻസർ വന്നു. കീമോതെറാപ്പി ചെയ്യുമ്പോഴും അവർ വ്യായാമം ചെയ്തിരുന്നു. ക്യാൻസറിനെ തോൽപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഒരു ആത്മസമർപ്പണം ആവശ്യമാണ്. ലോകത്ത് 42% ക്യാൻസർ കേസുകളും പ്രതിരോധിക്കാൻ കഴിയും. ക്യാൻസറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ 5 കാര്യങ്ങൾ ചെയ്യണം. ക്യാൻസർ എന്നൊരു രോഗമായിരിക്കും ലോകത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ക്യൂൻ എന്ന ഒരു ബോളിവുഡ് ചിത്രത്തിലെ വളരെ പ്രശസ്തമായ ഒരു ഡയലോഗുണ്ട്. അതിലെ ലീഡ് കഥാപാത്രം റാണി പറയുന്നുണ്ട്, गुप्ता अंकल को ना कैंसर हो गया. उन्होंने कभी शराब नहीं पी, सिगरेट नहीं पी, फिर भी कैंसर हो गया. इससे अच्छा तो पी लेते. ഗുപ്ത അങ്കിൾക്ക് ക്യാൻസർ വന്നു. അദ്ദേഹം ഒരിക്കലും മദ്യപിക്കില്ലായിരുന്നു, സിഗരറ്റ് വലിക്കില്ലായിരുന്നു, എന്നിട്ടും ക്യാൻസർ വന്നു. ഇതിനേക്കാളും ഭേദം അദ്ദേഹം വലിക്കുകയും കുടിക്കുകയും ചെയ്യുന്നതായിരുന്നുവെന്ന്. വാസ്തവത്തിൽ ഇതൊരു കോമഡി സീനായിരുന്നു. പക്ഷെ പലരുടെയും മനസ്സുകളിൽ ഇക്കാര്യം യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത, സിഗരറ്റ് വലിക്കാത്ത, എന്നാൽ ക്യാൻസർ വന്ന നിരവധി പേരെ പലർക്കും നേരിലറിയാം. എന്നാൽ മറുവശത്ത് മറ്റു ചിലരുണ്ട്, ജീവിതകാലം മുഴുവനും കള്ളു കുടിച്ചും സിഗരറ്റ് വലിച്ചും നടന്നിട്ടും ക്യാൻസർ ഒന്നും വരാത്തവർ. സത്യം പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വിഷയമാണ്. ഒരു കാര്യം ഉറപ്പാണ്, മദ്യപിക്കുന്നത് കൊണ്ട് 7 തരം ക്യാൻസറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കരളിൽ ക്യാൻസർ വരാം, സ്തനാർബുദം വരാം, ഉസിഫ്യൂഗസ് ക്യാൻസർ വരാം. സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് ശ്വാസകോശാർബുദം വരാം, വായിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാം, തൊണ്ടയിൽ ക്യാൻസർ വരാം, പാൻക്രിയാസിൽ ക്യാൻസർ വരാം. ഇതിനൊക്കെയുള്ള സാധ്യത വളരെയേറെയാണ്. പുക വലിക്കുന്നതിലൂടെ 16 തരം വ്യത്യസ്ത ക്യാൻസറിനുള്ള റിസ്ക് വർദ്ധിക്കും. എന്നാൽ ക്യാൻസർ വെറും 16 തരമല്ല, 200 തരം ക്യാൻസറുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ. അത് നമ്മുടെ ശരീരത്തിൽ എവിടെ തുടങ്ങുന്നു എന്നതിനനുസരിച്ച് അതെല്ലാം വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മദ്യവും സിഗരറ്റും ക്യാൻസർ വരുന്നതിനുള്ള വലിയ കാരണങ്ങളാണെങ്കിലും മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ ഉണ്ടാവുന്നുണ്ട്. ഇല്ലാതാക്കുക വഴി നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള റിസ്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ കാരണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ അസുഖം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയും അപകടകാരിയാവുന്നത്? വരൂ, നമുക്ക് ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയാം. ചിറാഗ് എന്ന കുഞ്ഞിന്റെ മാതാപിതാക്കൾ അവന്റെ ചെക്കപ്പ് നടത്തിയപ്പോൾ അവനിൽ ഹീമോഗ്ലോബിന്റെ അളവ് വളരെ കുറവാണെന്ന് കണ്ടെത്തി. മറ്റൊരു ടെസ്റ്റിൽ അവർക്ക് മനസ്സിലായി ചിരാഗിന് താലിസീമിയ മേജർ എന്ന അപൂർവ രക്തസംബന്ധിയായ രോഗമാണെന്ന്. Was a random test by which we came to know that he is thalassemia major, and then the life took a turn. അതുകൊണ്ട് ചിരാഗിന്റെ ശരീരത്തിന് ശരിയായ രീതിയിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദിപ്പിക്കുവാനോ ആരോഗ്യമുള്ള അരുണ രക്താണുക്കൾ നിർമ്മിക്കാനോ സാധിക്കുന്നില്ല. അതായത് ജീവിതകാലം മുഴുവൻ ചിരാഗിന് രക്തം കയറ്റേണ്ട ഒരു അവസ്ഥ. ഇന്ത്യയിൽ ഓരോ വർഷവും ഏകദേശം 10,000 മുതൽ 1.5 ലക്ഷം വരെ കുട്ടികൾ താലിസീമിയ മേജർ എന്ന അപൂർവ രക്തരോഗവുമായിട്ടാണ് ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ താലിസീമിയയുടെ ലോക തലസ്ഥാനം എന്ന് വിളിക്കുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. ഇതൊരു പാരമ്പര്യ രോഗമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഈ രോഗാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. താലിസീമിയ കൊണ്ട് ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെയധികമാണ്. 2015 തായ്വാനിൽ നടത്തിയൊരു പഠനത്തിൽ പറയുന്നത് സാധാരണക്കാരിൽ നിന്ന് താലിസീമിയയുള്ളവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത 52% ഓരോ 3 ആഴ്ച കൂടുമ്പോൾ ചിരാഗിനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്താൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവൻ ചോദിക്കും, എൻ്റെ കൂട്ടുകാരും ആശുപത്രിയിൽ പോകുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന്. My friends doesn't go any hospital. Why always I had to go? I used to say, it's not like the beta. They also go for fever, something and all like that only. So he was very small, so okay mama, okay fine. പക്ഷേ 7-8 വയസ്സായപ്പോൾ ചിരാഗിന് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടി തുടങ്ങി. തനിക്ക് എന്തോ കുഴപ്പമുള്ളത് കണ്ടാണ് ഓരോ 3 ആഴ്ച കൂടുമ്പോഴും ആശുപത്രിയിൽ പോകുന്നത് എന്നവൻ മനസ്സിലാക്കി. മരുന്നുകളോടൊപ്പം ചിരാഗ് ഈ ട്രാൻസ്ഫ്യൂഷനോടും അഡ്ജസ്റ്റ് ചെയ്തു തുടങ്ങി. IV-യുടെ സൂചിത്തുമ്പ് അവന്റെ കുഞ്ഞു ശരീരത്തിൽ കയറുമ്പോൾ അവൻ കരയാറില്ല. പക്ഷെ വേദനിച്ചിരുന്നത് അവന്റെ മാതാപിതാക്കൾക്കായിരുന്നു. പിന്നീട് ഒരു ഡോക്ടർ അവരോട് DKMS-നെ കുറിച്ച് പറഞ്ഞു. അതൊരു സ്റ്റെം സെൽ രജിസ്ട്രി ആയിരുന്നു. ക്യാൻസറിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്റ്റെം സെല്ലുകളെ കുറിച്ച് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റെം സെൽസിനും ക്യാൻസറിനും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. എന്താണ് ഈ സ്റ്റെം സെൽസ്?
പേരുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും സ്റ്റെം സെൽസ് എന്നാൽ മൂലകോശങ്ങൾ അഥവാ വിത്തുകോശങ്ങൾ. ഇവയിൽ നിന്നാണ് മറ്റു സെല്ലുകൾ ഉണ്ടാകുന്നത്. ഇവയ്ക്ക് മറ്റു കോശങ്ങളായി മാറാൻ സാധിക്കും. കൂടാതെ അവയ്ക്ക് സ്വന്തം പകർപ്പുകൾ ഉണ്ടാക്കാനും പറ്റും. ഈ കോശങ്ങളിൽ നിന്നാണ് രക്തകോശങ്ങളും മസിൽ കോശങ്ങളും തൊലിയുടെ കോശങ്ങളും ഒക്കെ ഉണ്ടായി വരുന്നത്. ഈ സെല്ലുകൾ നശിച്ച കോശങ്ങളെ റിപ്പയർ ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കുന്നു. അതുകൊണ്ട് തന്നെ രക്താർബുദത്തിൻ്റെയും അപൂർവ രക്തരോഗങ്ങളുടെയും ഒക്കെ ചികിത്സയ്ക്ക് സ്റ്റെം സെൽസ് വളരെ അത്യാവശ്യമാണ്. ഗർഭധാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു ഭ്രൂണം ബ്ലാസ്റ്റോസിസ് അവസ്ഥയിൽ ആയിരിക്കുമ്പോൾ, അതായത് ഭ്രൂണം കുഞ്ഞിൻ്റെ രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഘട്ടമാണ് ബ്ലാസ്റ്റോസിസ്. ആ ഘട്ടത്തിൽ എബ്രിയോയിൽ അടങ്ങിയിരിക്കുന്ന സ്റ്റെം സെൽസിനെ എബ്രിയോണിക് സ്റ്റെം സെൽസ് എന്നാണ് വിളിക്കുന്നത്. ശരീരത്തിലെ മറ്റേതൊരു കോശവുമായി മാറാൻ കഴിവുള്ള മൂലകോശങ്ങളാണിവ. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രായപൂർത്തിയായൊരു മനുഷ്യനിൽ ഇത്തരം സ്റ്റെം സെല്ലുകൾ കാണാനേ സാധിക്കില്ല. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ കാണുന്ന സ്റ്റെം സെൽസിനെ സൊമാറ്റിക് സെൽസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ അവയെ കാണപ്പെടുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവ അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മസ്തിഷ്കത്തിലുള്ള സ്റ്റെം സെൽസുകൾ മസ്തിഷ്ക കോശമായി മാത്രമേ പരിവർത്തനം ചെയ്യപ്പെടുന്നുള്ളൂ. തൊലിയിലുള്ള സ്റ്റെം സെൽസ് തൊലിയായി മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ. നമ്മുടെ രക്തത്തിലുള്ള സ്റ്റെം സെൽസ് അവ വിവിധ രക്തകോശങ്ങളായി മാത്രമാണ് മാറ്റപ്പെടുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ 400ഓളം വ്യത്യസ്തമായ മൂലകോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് ഉണ്ട്. ഉദാഹരണത്തിന് റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്, ഫാറ്റ് സെൽസ് ഉണ്ട്, സ്കിൻ സെൽസ് ഉണ്ട്. 2023 സെപ്റ്റംബറിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ കോശങ്ങളുടെ സംഖ്യ ട്രില്യൺ കണക്കിന് വരുമെന്നാണ്. ഒരു ചെറിയ കുഞ്ഞിൽ 17 ട്രില്യൺ കോശങ്ങൾ, പ്രായപൂർത്തിയായ പുരുഷനിൽ 36 ട്രില്യണും സ്ത്രീയിൽ 28 ട്രില്യണും കോശങ്ങൾ ഉണ്ടാകുമെന്നാണ് കണക്ക്. ദിവസവും നമ്മുടെ ശരീരത്തിൽ ബില്യൺ കണക്കിന് കോശങ്ങൾ നശിക്കുകയും അത്ര തന്നെ കോശങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ 330 ബില്യൺ കോശങ്ങൾ. അതായത് നമ്മുടെ ശരീരത്തിലെ ഏകദേശം 1% കോശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. താത്വികമായി പറഞ്ഞാൽ ഇന്ന് രാവിലെ ഉണ്ടായിരിക്കുന്ന ആളായിരിക്കില്ല വൈകുന്നേരത്ത് നിങ്ങൾ. ഒരു നദി കണക്കെ നിങ്ങൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ കാര്യത്തിൽ ഇത് വളരെ ശരിയാണ്. ദിവസവും ഇതുപോലെ മാറുന്നതും കോശങ്ങൾ പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നതും സ്റ്റെം സെൽസ് വഴിയാണ് നടക്കുന്നത്. വിവിധ ടിഷ്യൂകളിൽ നടക്കുന്ന പുനർനിർമ്മിതി അതാത് കോശങ്ങളുടെ സ്റ്റെം സെൽസിലൂടെയാണ് നടക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ശരീരത്തിലെ ഒരവയവം വളരെ അത്ഭുതകരമാണ്. അത് നമ്മുടെ കരളാണ്. കരൾ ഒരു വ്യത്യസ്തമായ അവയവമാണ്. അവിടെ പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളും പിന്നീട് വിഭജിക്കും തോറും വിഭജിക്കപ്പെട്ട് വർദ്ധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കരൾ മാത്രമാണ് പല്ലിയുടെ വാല് പോലെ പ്രവർത്തിക്കുന്നത്. പല്ലിയുടെ വാല് എത്ര തവണ മുറിച്ചാലും പിന്നെയും പിന്നെയും വളരും. അതുപോലെ തന്നെ നമ്മുടെ കരളിൻ്റെ 90% മുറിച്ചെറിഞ്ഞാലും അത് പിന്നെയും പിന്നെയും വളരും. അതിൻ്റെ അർത്ഥം കരൾ നശിക്കില്ലെന്നല്ല. ബിയർ മദ്യമല്ലെന്നും വൈൻ ആരോഗ്യത്തിന് നല്ലതാണെന്നും നിങ്ങൾ പറയുന്നവരാണോ? അതോ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ഇത്രയും ഷോട്ട് ഇത്ര കഴിക്കുമെന്ന് പറയുന്നവരാണോ? മദ്യം കഴിക്കുന്നത് കരളിനെ സാരമായി ബാധിക്കും. ലിവർ ക്യാൻസറിന് അത് കാരണമാവുകയും ചെയ്യും. മദ്യപാനം മാത്രമല്ല, ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയും ശരീരഭാരം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഹെർബൽ എന്ന് പറഞ്ഞ എല്ലാ സാധനവും ശരീരത്തിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലിവർ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇന്ത്യയിൽ ഓരോ വർഷവും 2,70,000 പേർ കരൾ രോഗത്താൽ മരിക്കുന്നു. ലോകത്ത് കരൾ രോഗം മൂലം മരിക്കുന്നവരുടെ 18.3%. സ്റ്റെം സെൽസിലേക്കും കോശ പുനരുദ്ധാരണത്തിലേക്കും തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കേണ്ടത് പ്രധാനമാണ്. നമ്മുടെ ശരീരത്തിലെ വിവിധ തരം ശരീരകോശങ്ങൾ പുനർനിർമ്മിക്കപ്പെടാനുള്ള റേറ്റ് വ്യത്യസ്തമായിരിക്കും. 2008 മെയ്യിലെ ഒരു പഠനത്തിൽ പറയുന്നത് ഓരോ വർഷവും ശരീരത്തിലെ 10% ഫാറ്റ് സെല്ലുകളും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ്. ഇതിനർത്ഥം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ കോശങ്ങളെയും പുനഃസ്ഥാപിക്കാൻ ഏകദേശം 10 വർഷമെങ്കിലും എടുക്കുമെന്ന്. ഇവിടെ രസകരമായ മറ്റൊരു സൈഡ് ടോപ്പിക് ഉണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിന്റെ സെല്ലുകളും ഇതുപോലെ പുനർനിർമ്മിക്കപ്പെടുമോ? ഇതേക്കുറിച്ച് കുറേ കാലമായി വലിയ ചർച്ചകൾ, വൈജ്ഞാനിക ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിലെ ഒട്ടുമിക്ക ന്യൂറോണുകളും ജനന സമയത്ത് തന്നെ നിർമ്മിക്കപ്പെടുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. അതും ഏകദേശം 100 ബില്യൺ ന്യൂറോണുകൾ. എന്നാൽ അടുത്തിടെ നടത്തിയ പഠനത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന പ്രകാരം ഒരു നിശ്ചിത ന്യൂറോജെനീസിസ് അഥവാ ബ്രെയിൻ സെല്ലുകളുടെ പുനർനിർമ്മാണം മസ്തിഷ്കത്തിന്റെ 2 ഭാഗങ്ങളിൽ മാത്രമാണ് നടക്കുന്നതെന്നാണ്. ഒന്ന് ഹിപ്പോ ക്യാമ്പസ്, അവിടെയാണ് നമ്മുടെ ഓർമ്മകളും പഠനങ്ങളും വികാരങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം. രണ്ടാമത്തേത് ഓൾ ഫാക്ടറി ബൾബാണ്. അതാണ് നമ്മെ മണം പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. The campus and in the olfactory bulb, there are 2 regions where new neurons are made throughout life.
മസ്തിഷ്കത്തിലെ മറ്റു ന്യൂറോണുകൾ പുനർനിർമ്മിക്കപ്പെടുന്നില്ല. ജീവിതകാലം മുഴുവനും അവ അങ്ങനെ തന്നെ ഇരിക്കുന്നു. മസ്തിഷ്കം കൂടാതെ സ്പൈനൽ കോഡ്, ജോയിന്റ്സ്, ഹൃദയം എന്നിവയിലും കോശങ്ങളുടെ പുനർനിർമ്മാണക്ഷമത വളരെ കുറവാണ് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വല്ല അസുഖമോ മുറിവോ സംഭവിച്ചാൽ അത് വളരെ അപകടകരമാവുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഇതിന് നേർവിപരീതമായി ഏതാനും ശരീരകോശങ്ങളുണ്ട്. അവ വളരെ വേഗം പുനർനിർമ്മിക്കപ്പെടുന്നു. അങ്ങനെയാകാൻ അവയ്ക്ക് വളരെ കുറവ് സമയം മതി. ഉദാഹരണത്തിന് നമ്മുടെ ത്വക്കിലെ കോശങ്ങൾ. ഓരോ ദിവസവും നമ്മുടെ ശരീരം ഏകദേശം 500 ദശലക്ഷം കോശങ്ങൾ പൊഴിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നോ, നമ്മുടെ ത്വക്കിലെ കോശങ്ങൾ വെറും 4 ആഴ്ച കൊണ്ട് പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെടുന്നുണ്ടെന്നാണ്. 4 ആഴ്ച എന്നത് പറയുന്നത് അതിവേഗ പുനർനിർമ്മാണമല്ല. നമ്മുടെ ചെറുകുടലിലെ തൊലി വെറും 5 മുതൽ 7 ദിവസം കൊണ്ട് പൂർണ്ണമായും പുനർനിർമ്മിക്കപ്പെടും. പുതിയ അരുണരക്താണുക്കൾ വെറും സെക്കൻഡുകൾ കൊണ്ട് 2-3 ദശലക്ഷത്തോളം നിർമ്മിക്കപ്പെടും. ഇവയുടെ ശരാശരി ജീവചക്രം 120 ദിവസമാണ്. സ്റ്റെം സെല്ലുകൾക്കും ഇതേ വിധം പുനർനിർമ്മിക്കപ്പെടാനും പെരുകാനുമുള്ള കഴിവുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര വിചിത്രമാണല്ലേ. നമ്മുടെ ശരീരം നമ്മെ നിരന്തരം പുതിയതാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും വീഴുകയോ പരിക്കു പറ്റുകയോ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായി മാറാത്തത്. കാരണം നിങ്ങളുടെ തൊലി അതിനെ പുനർനിർമ്മിച്ചുകൊണ്ട് ഭേദമാക്കുന്നു. ഇനി നിങ്ങൾ രക്തം ദാനം ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ രക്തം അഥവാ പ്ലാസ്മ 24 മണിക്കൂർ കൊണ്ട് പൂർവ്വസ്ഥിതിയിലാകുന്നു. നിങ്ങൾ എത്ര അരുണ രക്താണുക്കൾ ആർക്കെങ്കിലും ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം 4-6 ആഴ്ച കൊണ്ട് തിരികെ ലഭിക്കും. ഇതെന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലിന്റെയും അഴിച്ചുപണിയുടെയും പുനർനിർമ്മാണത്തിന്റെയും കാര്യമാണ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു കോശത്തിലെ ജീൻ നാശമായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള വീഡിയോയിൽ DNA, ജീൻ മ്യൂട്ടേഷൻ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. ജീൻ എന്നാൽ ഒരു പ്രോഗ്രാം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു സെല്ലിന് വേണ്ട വിശദമായ നിർദ്ദേശങ്ങൾ ഒരു ജീൻ വഹിക്കുന്നു. അഥവാ ഒരു കോശത്തിന്റെ ജീനിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അതിനെ ജീൻ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് തന്നെ കോശങ്ങളുടെ വളർച്ചയിൽ തടസ്സങ്ങൾ നേരിടുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിന് ചില ഓപ്ഷനുകളുണ്ട്. അതായത് ജീൻ ഡാമേജുകളെ പ്രതിരോധിക്കാൻ ചില മെക്കാനിസംസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഉദാഹരണത്തിന് P53 ട്യൂമർ സപ്രസർ ജീൻ. ഇതൊരു സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്. ഈ ജീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകൾ തകർന്ന ജീനുകളെ റിപ്പയർ ചെയ്യുന്നു. ഇതേപോലെ ജീനുകൾ ഒരു ഫിൽറ്ററിനെ പോലെ പ്രവർത്തിക്കുന്നു. ഒരു കോശം പഴയതാവുകയോ നശിച്ചു പോവുകയോ ചെയ്യുമ്പോൾ ജീൻ അതിന് മരിക്കാനുള്ള നിർദ്ദേശം നൽകുന്നു. ഈ പ്രക്രിയയെ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് അഥവാ അപ്പോപ്ടോയ്സ് എന്ന് വിളിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ജീനുകൾ കോശങ്ങളോട് പറയുന്നത് ബായ്, നിങ്ങളുടെ പണി തീർന്നു, ഇനി നിങ്ങൾ വിട്ടോ എന്നാണ്. മറ്റ് ചില ജീനുകളുണ്ട്. അവ മെക്കാനിക്കുകളെ പോലെ പണിയെടുക്കുന്നു. അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ജീനുകളുടെ റിപ്പയറിംഗ് ആണ്. അങ്ങനെ വിശാലമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമ്മുടെ രക്ഷയ്ക്കായി ശരീരത്തിൽ സെക്യൂരിറ്റി ഗാർഡ് ജീനുകളുണ്ട്, ഫിൽറ്റർ ജീനുണ്ട്, മെക്കാനിക്കൽ ജീനുണ്ട്. അവയുടെ സഹായത്തോടെ നമുക്ക് നശിച്ച കോശങ്ങൾ വർദ്ധിക്കാതെ നോക്കാം, അവയെ റിപ്പയർ ചെയ്യാം, അതുമല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യാം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്? നമ്മുടെ ജീനുകൾ നശിച്ചാൽ എന്ത് ചെയ്യും? അതായത് കോശങ്ങളെ റിപ്പയർ ചെയ്യേണ്ട ഈ ജീനുകൾ തന്നെ നശിച്ചു പോയാൽ പിന്നെ നാം എന്താണ് ചെയ്യുക? സെക്യൂരിറ്റി ഗാർഡ്, ഫിൽറ്റർ, മെക്കാനിക് ജീനുകൾ അവയൊക്കെ നശിച്ചാൽ പിന്നെ ആരാണ് ഇവരുടെ പണികൾ എടുക്കുക? എന്നാൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ആരും ഉണ്ടാവില്ല. ഈ സാഹചര്യത്തെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത്. മ്യൂട്ടേഷൻ കാരണം ഏതെങ്കിലും കോശത്തിന്റെ ജീനുകൾ നശിക്കുകയും അവ നിയന്ത്രണമില്ലാതെ വളരുകയും വ്യാപിക്കുകയും ചെയ്താൽ അത്തരം കോശങ്ങളെ ക്യാൻസർ സെല്ലുകൾ എന്ന് വിളിക്കുന്നു. ക്യാൻസർ കോശങ്ങളുടെ അനിയന്ത്രിത വളർച്ച കാരണം നോർമൽ കോശങ്ങളുടെ വഴിയിലും അവ ഒരു തടസ്സമാകും. മറ്റു കോശങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശക്തിയും ചിലപ്പോഴെല്ലാം ഈ ക്യാൻസർ കോശങ്ങൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ക്യാൻസർ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ അവയെ തടഞ്ഞില്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത്. ഒരു ക്യാൻസർ സെൽ ശരീരത്തിന്റെ മറ്റു കോശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെ മെറ്റാസ്റ്റാറ്റിസ് എന്ന് വിളിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനവും അവതാളത്തിലാകുന്നു. ഇങ്ങനെ ജീനുകൾ നശിക്കുന്നതിൻ്റെ കൃത്യമായ കാരണം എന്താണ്? ഇതിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടാമെന്നത് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇപ്പോൾ ക്യാൻസറിനുള്ള ചികിത്സകളെക്കുറിച്ച് പറയാം. ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ ചികിത്സയാണ് കീമോതെറാപ്പി. അതായത് ഒരു കെമിക്കലിൻ്റെ സഹായത്തോടെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് കീമോതെറാപ്പി എന്ന് വിളിക്കുന്നത്. ഈ ചികിത്സയുടെ ഒരു ദൂഷ്യഫലം എന്ന് പറയുന്നത് ഇതിലെ കെമിക്കൽസ് ക്യാൻസർ സെല്ലിനെ നശിപ്പിച്ച് കളയുന്നതിനോടൊപ്പം നല്ല കോശങ്ങളെയും ചിലതിനെയൊക്കെ ഇല്ലാതാക്കും. പെരുകിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ സെല്ലിന്റെ ഇടയിൽ വരുന്ന ആരോഗ്യമുള്ള കോശങ്ങളെയും കീമോയിലെ കെമിക്കൽ ലക്ഷ്യം വയ്ക്കും. അതായത് ശരീരത്തിൽ പെട്ടെന്ന് പുനർനിർമ്മിക്കപ്പെടുന്ന കോശങ്ങളും ക്യാൻസർ കോശങ്ങൾക്കൊപ്പം നശിച്ചു പോകും. അതുകൊണ്ടാണ് കീമോതെറാപ്പി എടുക്കുന്നവരുടെ മുടി കൊഴിഞ്ഞു പോകുന്നത്. കാരണം നമ്മുടെ മുടിയിലെ ഫോളിക്കിൾസ് പെട്ടെന്ന് വളരുന്ന കോശങ്ങളാണ്. കൂടാതെ നമ്മുടെ ചെറുകുടലിന്റെ ത്വക്കിലും പെട്ടെന്ന് പുനർനിർമ്മിക്കപ്പെടുന്ന സെല്ലുകളാണുള്ളത്. അതുകൊണ്ട് കീമോതെറാപ്പി എടുക്കുമ്പോൾ ദഹന പ്രശ്നമുണ്ടാകും, ഛർദി ഉണ്ടാകും, വയറിളക്കം ഉണ്ടാകും. അതുകൂടാതെ നമ്മുടെ ബോൺ മാരോ സെല്ലുകൾ നശിക്കും. അത് എല്ലുകളിൽ കാണുന്ന
എന്ന സ്പോഞ്ച് പോലുള്ള മൃദുവായ കോശങ്ങളാണ് ബോൺ മാരോ. ഒന്ന് മഞ്ഞ നിറത്തിലുള്ള ബോൺ മാരോ ആയിരിക്കും, അതിലുള്ള സ്റ്റെം സെൽസ് ഫാറ്റായും കാർട്ടിലോജായും ബോൺ സെല്ലുകളായും മാറുന്നു. രണ്ടാമത്തേത് ചുവന്ന ബോൺ മാരോയാണ്. അതിൽ ചുവന്ന സ്റ്റെം സെൽസ് അരുണ രക്താണുക്കളായും ശ്വേതരക്താണുക്കളായും പ്ലേറ്റ്ലെസ്സുകളുമായും ഒക്കെ മാറുന്നു. നമ്മുടെ രക്തകോശങ്ങളും പെട്ടെന്ന് പുനർനിർമ്മിക്കപ്പെടുന്ന ഒന്നായതിനാൽ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അവയും നശിച്ചു പോകുന്നു. ചുവന്ന രക്താണുക്കൾ ഇല്ലാതാകുമ്പോൾ അനീമിയ ഉണ്ടാകും, ഹീമോഗ്ലോബിൻ ലെവൽ പെട്ടെന്ന് താഴേക്ക് പോകും, പ്ലേറ്റ്ലെറ്റ്സ് രക്തം കട്ട പിടിക്കുന്നതിൽ സഹായിക്കുന്നു. നമുക്ക് മുറിവ് പറ്റുമ്പോൾ ഇവ വന്നാണ് ആ മുറിവ് ഉണക്കുന്നത്. എന്നാൽ ഇത് കുറഞ്ഞു പോയാൽ ആ മുറിവിൽ നിന്ന് രക്തം പ്രവഹിക്കും. ശ്വേത രക്താണുക്കൾ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ സഹായിക്കുന്നു. പനിയോ ജലദോഷമോ വരുമ്പോൾ ഇവ അതിനെ പ്രതിരോധിക്കുന്നു. അപ്പോൾ കീമോതെറാപ്പി കാരണം ശ്വേത രക്താണുക്കൾ കുറയുന്നതോടെ മറ്റസുഖങ്ങൾ ധാരാളമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഡോക്ടേഴ്സ് കീമോതെറാപ്പി ചെയ്യുന്നവരോട് സമീകൃത ആഹാരം കഴിക്കാൻ, നന്നായി ഉറങ്ങാനൊക്കെ പറയും. സ്ട്രെസ് പാടില്ല, കൃത്യമായ ഹാൻഡ് വാഷ് ചെയ്യണം, മാസ്ക് വെക്കണം, ഭക്ഷണ പദാർത്ഥങ്ങളിൽ വൃത്തി കൊണ്ടുവന്നാൽ ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ തടയാൻ നിത്യേനയുള്ള വ്യായാമം പരമപ്രധാനമാണ്. ബോളിവുഡ് നടൻ സഞ്ജയ് ദത്തിന് ക്യാൻസർ വന്ന് ചികിത്സ നടന്നിരുന്ന കാലത്ത് അദ്ദേഹം കീമോതെറാപ്പി എടുത്തിരുന്ന ദിവസങ്ങളിൽ പോലും കൃത്യമായി ട്രെഡ്മില്ലിൽ പോയി വ്യായാമം ചെയ്തു. 1 മണിക്കൂർ അദ്ദേഹം വ്യായാമം ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ അസുഖം വേഗം സുഖം പ്രാപിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ ഓൺകോളജിസ്റ്റ് ഡോക്ടർ സെവന്തി ലിമൈ പറയുന്നത്. അവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്. കീമോതെറാപ്പിയിൽ ക്യാൻസർ സെല്ലുകൾ എല്ലാം നശിച്ചു. എന്നാൽ കീമോതെറാപ്പിയിലൂടെ നഷ്ടപ്പെട്ട ആരോഗ്യമുള്ള ബ്ലഡ് സെല്ലുകളെ എങ്ങനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും എന്നതാണ് ചോദ്യം. അതിന് ചെയ്യുന്നതാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ്. ഇതിന് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നും പറയും. ഇത് ബ്ലഡ് ക്യാൻസറും ബ്ലഡ് ഡിസോർഡർ രോഗങ്ങളുമുള്ളവർക്കുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷനാണ്. ചില കേസുകളിൽ രോഗികളുടെ സ്വന്തം ആരോഗ്യമുള്ള സ്റ്റെം സെൽസുകൾ അവർക്ക് തന്നെ നൽകാം. അത്തരം കേസുകളിൽ ഓട്ടോലോഗസ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. രോഗിയുടെ ഒരു കൈയിൽ നിന്ന് രക്തം ഒരു ആഫ്രസിസ് മെഷീനിലേക്ക് ഒഴുക്കുന്നു. അവിടെ നിന്ന് മെഷീൻ സ്റ്റെം സെല്ലുകൾ വേർതിരിക്കുന്നു. തുടർന്ന് ബാക്കി വന്ന രക്തം അടുത്തിടെ കൈയിലൂടെ രോഗിയുടെ തന്നെ ശരീരത്തിലേക്ക് തിരിച്ചൊഴുക്കുന്നു. കീമോതെറാപ്പിയിലൂടെ ക്യാൻസർ സെല്ലുകളെ നശിപ്പിച്ച് വീണ്ടും ഈ സ്റ്റെം സെല്ലുകൾ രോഗിയുടെ ശരീരത്തിലേക്ക് കടത്തിവിടുന്നു. എന്നാൽ കൂടുതൽ കേസുകളിലും മറ്റൊരു ദാതാവ് അനിവാര്യമായി വരുന്നു. കാരണം രോഗിയുടെ ശരീരത്തിൽ ബോൺ മാരോയുടെ അളവ് വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് ആരോഗ്യമുള്ള രക്തകോശങ്ങൾ ലഭിക്കുകയില്ല. ഇത്തരം കേസുകളെ ആലോജനിക് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് വിളിക്കുന്നു. ബ്ലഡ് സ്വീകരിക്കാൻ ബ്ലഡ് ഗ്രൂപ്പ് നോക്കുന്നത് പോലെ തന്നെ സ്റ്റെം സെൽസ് സ്വീകരിക്കാൻ നിങ്ങളുടെ HLA ടൈപ്പിംഗ് നോക്കേണ്ടതും അത് യോജിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഹ്യൂമൻ ലോക്കോസൈറ്റ് ആന്റിജൻ ടൈപ്പിംഗ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ചുരുക്കി പറയട്ടെ, പ്രതിരോധ വ്യവസ്ഥയുടെ സുപ്രധാനമായ ഒരു ഭാഗമാണ് HLA. നിങ്ങളുടെ സഹോദരങ്ങളുടെ HLAയുമായി നിങ്ങളുടെ HLA മാച്ച് ചെയ്യാനുള്ള സാധ്യത 25% മാത്രമാണ്. നിങ്ങളുടെ മാതാപിതാക്കളുമായി ഇത് ഒരിക്കലും മാച്ച് ആവില്ല. കാരണം ഇതിന്റെ ഒരു ഭാഗം ഒരു പാരന്റിൽ നിന്നും മറുഭാഗം മറ്റൊരു പാരന്റിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളുമായി HLA മാച്ച് ആവുന്നില്ലെങ്കിൽ ഏതെങ്കിലും അപരിചിതരുടെ HLAയുമായി മാച്ച് ചെയ്യിക്കേണ്ടി വരും. അങ്ങനെയും ഒരു പെർഫെക്റ്റ് മാച്ച് ലഭിക്കുന്നത് വളരെ റെയറാണ്. അതായത് 1,00,000-ൽ ഒരാൾ എന്നതാണ് കണക്ക്. അതായത് ലോകത്ത് 1,00,000 ആളുകളെ എടുത്താൽ ഒരാളുടെ HLA മാത്രമാണ് മാച്ച് ആവുന്നത്. അത്തരം കേസുകളിൽ എങ്ങനെയാണ് പെർഫെക്റ്റ് മാച്ചുള്ള ദാതാക്കളെ കണ്ടെത്തുക? ഇവിടെയാണ് സുഹൃത്തുക്കളെ DKMS എന്ന സ്റ്റെം സെൽ രജിസ്ട്രിയുടെ റോൾ വരുന്നത്. ഇതൊരു ഗ്ലോബൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ടാഗ് ലൈൻ ഞങ്ങൾക്ക് രക്താർബുദം ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. ഇവർ ഒരു വേൾഡ് വൈഡ് ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡാറ്റാബേസിൽ നിന്നാണ് ചിരാഗിനുള്ള സ്റ്റെം സെൽ ദാതാവിന് ലഭിച്ചത്. അതെ, ചിരാഗ്, അവന്റെ കഥയാണല്ലോ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു വന്നത്. ചിരാഗിന്റെ ദാതാവായിരുന്നു റോമൻ സിമൻസ്കി. റഷ്യക്കാരനാണെങ്കിലും 2005 മുതലാണ് ജർമ്മനിയിലാണ് താമസം. റോമൻ ഒരു പ്രിസിഷൻ മെക്കാനിക് ആണെങ്കിലും കിക്ക് ബോക്സിംഗ് വരെ വളരെ ഇഷ്ടമാണ്. ഒരിക്കൽ റോമൻ കിക്ക് ബോക്സിംഗ് ടീം ബ്ലഡ് ദാനം ചെയ്തു. സ്കൂൾ കാലം മുതൽ രക്തദാനം ചെയ്യുന്ന ആളാണ് റോമൻ. അതുകൊണ്ട് അദ്ദേഹവും ചേർന്നു. അവരോട് ഒരു സ്വാബ് സാമ്പിൾ നൽകാൻ വേണ്ടി താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റോമനും ഒരു സ്വാബ് നൽകി. വായിലിട്ട് കവിളിന്റെ പരിസരത്ത് നിന്നാണ് സ്വാബ് സ്വീകരിച്ചത്. റോമൻ അത് സമ്മതിച്ചു. ഇത് ചെയ്ത് 1 വർഷത്തിന് ശേഷം DKMS റോമനെ വിളിച്ചു. നിങ്ങളുടെ HLA ടൈപ്പിംഗ് ഒരാളുമായി മാച്ച് ചെയ്തിരിക്കുന്നുവെന്ന് പറയാനാണ് അവർ വിളിച്ചത്. നിങ്ങൾക്ക് സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. ആരാണ് തന്റെ സ്റ്റെം സെൽ സ്വീകരിക്കുന്നതെന്ന കാര്യം തനിക്ക് പ്രധാനമല്ലെന്നും തന്റെ സ്റ്റെം സെല്ലിലൂടെ ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാനാകുമെന്നതായിരുന്നു റോമന് പ്രധാനം. അദ്ദേഹം ഓക്കെ പറഞ്ഞു. തന്റെ സ്റ്റെം സെല്ലുകൾ ചിരാഗിന് ദാനം ചെയ്തു. meine Spende jetzt ein Leben retten kann. ബോൺ മാരോയെ കൂടാതെ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തത്തിലും സ്റ്റെം സെല്ലുകൾ ധാരാളമായി കാണപ്പെടുന്നു. അതായത് ഹൃദയത്തിലും ധമനിയിലും സിരകളിലുമൊക്കെ ഒഴുകുന്ന രക്തത്തിലും സ്റ്റെം സെല്ലുകളുണ്ട്. കേട്ടാ തോന്നും സ്റ്റെം സെൽ പ്രൊസീജിയർ ഒരു വലിയ സംഗതിയാണെന്നും
എന്നാൽ ഇത് 3-4 മണിക്കൂർ മാത്രം നീണ്ടു നിൽക്കുന്ന സാധാരണ പ്രൊസീജിയറാണ് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. സ്റ്റെം സെൽ ദാനം ചെയ്യാൻ നിങ്ങൾക്ക് അടുത്തുള്ളൊരു കേന്ദ്രത്തിൽ പോയാൽ മതി. ബാക്കിയുള്ള നടപടികളൊക്കെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് ദാനം പോലെ തന്നെ വളരെ ലളിതമാണ്. വെറും ഒരു വ്യത്യാസമേ ഉള്ളൂ. നിങ്ങളുടെ ബ്ലഡ് ഒരു കയ്യിൽ നിന്ന് ഒരു മെഷീനിലേക്ക് കടത്തിവിടും. അവിടെ നിന്ന് സ്റ്റെം സെല്ലുകൾ വേർതിരിച്ച് ബാക്കിയാവുന്ന രക്തം വീണ്ടും നിങ്ങളുടെ ശരീരത്തിലേക്ക് കടത്തിവിടും. അടിസ്ഥാനപരമായി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സ്റ്റെം സെൽസ് മാത്രമാണ് വേർതിരിച്ചെടുക്കുന്നത്. ബാക്കി രക്തം ശരീരത്തിലൂടെ തന്നെ തിരിച്ചു കയറ്റുന്നു. ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് PBSC അഥവാ പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ മെത്തേഡ് എന്ന്. നമുക്കറിയാം, സ്റ്റെം സെല്ലുകൾ സ്വയം പുനർനിർമ്മിക്കപ്പെടും. കുറച്ച് സമയത്തിന് ശേഷം ശരീരം സ്വയം സ്റ്റെം സെല്ലുകളെ പുനർനിർമ്മിക്കും. ഇതേപോലെ തന്നെ റോമൻ സ്റ്റെം സെല്ല് ദാനം ചെയ്ത് ചിരാഗിന്റെ ജീവൻ രക്ഷിച്ചു. ചിരാഗ് പൂർണ്ണമായി ഭേദപ്പെട്ടു. അസുഖം ഭേദമായ ചിരാഗ് റോമൻ ഒരു കത്തയച്ചു. അത് വായിച്ച് റോമന്റെയും ഭാര്യയുടെയും കണ്ണു നിറഞ്ഞുപോയി. Als der erste Brief von Chirag ankam, waren wir alle überwältigt. Also bei uns sind wirklich alle Emotionen hochgekommen, Tränen sind geflossen. ചിരാഗ് ഈ കത്തില് റോമനെ തന്റെ ജ്യേഷ്ഠനെന്നും ഹീറോ എന്നുമൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. വാസ്തവത്തിൽ അതേ പ്രായത്തിൽ റോമൻ ഒരു സഹോദരനുണ്ട്. ഈ മെയ് മാസത്തിൽ ഇരുവരും ആദ്യമായി പരസ്പരം കണ്ടു. ഇതേപോലെ നിങ്ങൾക്കും ഒരാളുടെ ജീവൻ രക്ഷിക്കാനാകും. നിങ്ങൾക്കും ഒരാളുടെ ദേവദൂതനാകാൻ പറ്റും. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രക്താർബുദത്തിനെ ശക്തമായി നേരിടാം. നിങ്ങളിൽ ആർക്കും ബ്ലഡ് ക്യാൻസറോ ബ്ലഡ് ഡിസോർഡറോ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ആർക്കും വരാതെ ഇരിക്കട്ടെ. എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ HAL ടൈപ്പിംഗ് നോക്കി വെക്കാം. അത് ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് നൽകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഓൺലൈൻ ഫോം ലഭിക്കും. അതിൽ നിങ്ങളുടെ പേര്, വയസ്സ്, വിലാസം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ നൽകണം. രജിസ്റ്റർ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തികച്ചും സൗജന്യമായി ഒരു സ്വാബ് കിറ്റ് ലഭിക്കും. അതിൽ നിങ്ങൾക്ക് സ്റ്റെറിലൈസ് ചെയ്ത 3 ബുക്കൽ സ്വാബ്സ് കിട്ടും. ബുക്കൽ സ്വാബ്, എൻവലപ്പ്, സമ്മതപത്രം, പിന്നെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഷീറ്റ് ഉണ്ടാകും. നിർദ്ദേശങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാബിന്റെ സാമ്പിൾ എടുക്കണം. വായിലിട്ട് കവിളിൽ നിന്നാണ് സാമ്പിൾ എടുക്കേണ്ടത്. പിന്നീട് സമ്മതപത്രം ഒപ്പിട്ട് അതിൽ വെക്കണം. തുടർന്ന് സ്ക്രീനിൽ കാണിച്ചതുപോലെ റിവേഴ്സ് പിക്കപ്പിനായി ആവശ്യപ്പെടണം. ഈ സാമ്പിളാണ് നിങ്ങളുടെ HLA ടൈപ്പിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഈ എല്ലാ പ്രക്രിയകൾക്കുമായി ഏകദേശം ഒരു 40 ദിവസമാണ് എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് DKMSന്റെ മെയിൽ വരും. ആശംസകൾ, നിങ്ങൾ ലോക സ്റ്റെം സെൽസ് ദാതാക്കളുടെ ഡാറ്റാബേസിൽ വിജയകരമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്ന സന്ദേശം. അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ HLA ടൈപ്പിംഗ് അറിയണമെങ്കിൽ donor@dkms.bmst.org എന്ന ഇമെയിൽ വിലാസത്തിൽ കത്തും അയക്കാം. ഇതിനിടെ നിങ്ങളുടെ സ്റ്റെം സെൽ ഏതെങ്കിലും രോഗികളുടെ സ്റ്റെം സെൽസുമായി മാച്ച് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് DKMSൽ നിന്ന് ഫോൺ കോൾ വരും. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരാഴ്ചയെങ്കിലും എടുക്കും, 1 വർഷം എടുക്കാം ഒരു കോൾ വരണമെങ്കിൽ. ഒരു പക്ഷേ നിങ്ങളുടെ HLA ടൈപ്പിംഗ് ആർക്കും മാച്ച് ആയില്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കോളും ചിലപ്പോൾ വന്നില്ലെന്നും ഇരിക്കാം. അഥവാ നിങ്ങൾക്ക് സ്റ്റെം സെൽസ് ദാനത്തിനുള്ള കോൾ വരികയാണെങ്കിൽ അത് നൽകണോ വേണ്ടയോ എന്നതും നിങ്ങൾക്ക് പിന്നീട് തീരുമാനിക്കാം. നിങ്ങൾ അതിന് കംഫർട്ടബിൾ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കാം. ഇതൊരു വോളണ്ടറി പ്രവർത്തനമാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ മുഴുവൻ നടപടിയും പൂർണ്ണമായും സൗജന്യമാണ്. നിങ്ങൾക്ക് യാതൊരു ചെലവും വഹിക്കേണ്ടതില്ല. ഇതിന്റെ ചെലവൊക്കെ DKMS എന്ന NGO ആണ് വഹിക്കുന്നത്. ഇനി ജീനുകൾ ഡാമേജ് ആവുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. അതിന് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഏറ്റവും ആദ്യത്തേത് പാരമ്പര്യമായി ലഭിക്കുന്ന മ്യൂട്ടേഷൻ സംഭവിച്ച ജീനുകളാണ്. നിങ്ങൾ ജനിച്ചപ്പോഴേ നിങ്ങൾ മ്യൂട്ടേഷൻ സംഭവിച്ച ജീനുമായാണ് ജനിച്ചത്. അത് മാതാപിതാക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ എംബ്രിയോ ആയിരുന്ന സമയത്ത് ഈ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കാനും സാധ്യതയുണ്ട്. ലോകത്തെ മൊത്തം ക്യാൻസർ കേസുകളിലും 5 മുതൽ 10% കേസുകളിൽ മ്യൂട്ടേറ്റഡ് ജീനുകൾ പാരമ്പര്യമായി ലഭിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. കുഞ്ഞായിരിക്കുമ്പോഴേ ഒരു രോഗിയിൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകും. രണ്ടാമത്തെ കാരണമാണ് വയസ്സാവും തോറും നിങ്ങളുടെ ജീനുകൾ നശിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കൂടുതൽ പ്രായമുള്ളവരിൽ ക്യാൻസർ ഒക്കെ കുറച്ചധികം കാണുന്നത്. ക്യാൻസർ റിസർച്ച് UKയുടെ റിപ്പോർട്ട് നോക്കൂ. 2017 മുതൽ 19 വരെയുള്ള കണക്ക് നോക്കിയാൽ UKയിലെ 90% പുതിയ ക്യാൻസർ കേസുകളും ഉണ്ടായിരിക്കുന്നത് 50 വയസ്സിന് മേലെയുള്ളവരിലാണ്. വയസ്സിന്റെ അടിസ്ഥാനത്തിൽ 1 ലക്ഷത്തിൽ എത്ര പേർക്ക് ക്യാൻസർ ഉണ്ടാകും അതും നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റും. ഗ്രാഫിന്റെ കർവ് മുകളിലോട്ട് പോകുന്നത് കാണാം. ഏറ്റവും കൂടുതൽ കേസുകൾ 85-86 വയസ്സിലുള്ളവർക്കാണ്. അതായത് ക്യാൻസർ ഉണ്ടാകാൻ ഏറ്റവും സാധ്യതയുള്ള പ്രായമാണ് 80-90 വയസ്സ്. കാരണം പ്രായാധിക്യത്തോടൊപ്പം ജീൻ ഡാമേജ് വർദ്ധിക്കും. ചെറുപ്രായത്തിൽ ഡെങ്കിയോ മലേറിയോ വന്ന് മരിക്കാതെ നിങ്ങൾ വളരെ കാലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ക്യാൻസർ പേഷ്യന്റായി മരിക്കേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങൾ നിരവധി ക്യാൻസർ രോഗികളെ കാണാനാവുന്നത്. കാരണം വികസിത രാജ്യങ്ങളിൽ മറ്റ് അസുഖങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ജനങ്ങൾ കുറേ കാലം ജീവിക്കും. അങ്ങനെ കുറേ കാലം ജീവിക്കുമ്പോൾ ജീനുകൾ നശിക്കും, ക്യാൻസർ
ഉണ്ടാകാൻ കാരണമാകും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇപ്പോൾ പറഞ്ഞ 2 കാരണങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. മാതാപിതാക്കളിൽ നിന്ന് നശിച്ച ജീൻ ലഭിക്കേണ്ടിടത്ത് ലഭിച്ചു കഴിഞ്ഞു, വയസ്സാവാനുള്ളത് നമ്മളാവുകയും ചെയ്യും. നിങ്ങൾക്ക് ഇത് രണ്ടും തടയാൻ പറ്റില്ല. എന്നാൽ 3ാമത്തെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതാണ് ജീവിതശൈലി കാരണങ്ങൾ. 2017 അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ അനാലിസിസ് നോക്കിയാൽ അതിലെ നല്ലൊരു കാര്യം 42% ക്യാൻസറിനെയും പ്രതിരോധിക്കാനാകുമെന്ന കാര്യമാണ്. അതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ രീതി കൊണ്ടാണ്. ലോകത്തെ 19% ക്യാൻസറും ഉണ്ടാകുന്നത് പുകവലി മൂലമാണ്, 5.6% മദ്യപാനം മൂലം. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, മദ്യവും പുകവലിയും പൂർണ്ണമായി ഉപേക്ഷിക്കണം. 2ാമത്തെ കാര്യം, നിങ്ങൾ അമിതഭാരമോ പൊണ്ണത്തടിയോ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഭാരം ശരിയായ സോണിൽ കൊണ്ടുവരണം. കാരണം ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 7.8% ക്യാൻസറിന്റെയും കാരണം പൊണ്ണത്തടിയോ അമിതഭാരമോ ആണ്. നിങ്ങളുടെ ഭാരം എങ്ങനെ കുറയ്ക്കാം എന്നൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് ഇതൊന്ന് പഠിക്കുക. 3ാമത്തേത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആണ്. 4.7% കേസുകളും UV റേഡിയേഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. സൂര്യപ്രകാശം. പകൽ സമയം നിങ്ങൾ കാലാവസ്ഥ ആപ്പിൽ UV ഇൻഡെക്സ് നോക്കണം. UV ഇൻഡെക്സ് 5ലും കൂടുതലാണെങ്കിൽ അത് നിങ്ങളുടെ ത്വക്കിന് ഹാനികരമാണ്. അതേ അൾട്രാ വയലറ്റ് രശ്മികൾ നിങ്ങളുടെ തൊലിയെ കീറി മുറിച്ച് നിങ്ങളുടെ DNA-യും ജീനുകളെയും നശിപ്പിക്കും. ഇതിന്റെ ഭാഗമായി സ്കിൻ ക്യാൻസർ ഉണ്ടാകാം. എപ്പോഴും സൂര്യപ്രകാശം ഏറ്റ് കരുവാളിക്കുകയോ സൂര്യാഘാതം ഏൽക്കുകയോ ചെയ്യുന്നത് അതിന്റെ ഒരു സൂചനയാണ്. അത് വളരെ ഹാനികരമാണ്. അതിനെ മറികടക്കാനുള്ള ഒരു മാർഗം രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ സൂര്യന്റെ ചൂട് ഏൽക്കാതിരിക്കുക എന്നതാണ്. ഈ സമയത്താണ് UV ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ചും ചൂടുകാലത്ത്. തണുപ്പ് കാലത്ത് അത്രയും അധികം ഉണ്ടാവില്ല. അപ്പോൾ അതിരാവിലത്തെയും വൈകിട്ടത്തെയും സൂര്യന്റെ ചൂടേൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി അഥവാ ഈ സമയത്ത് നിങ്ങൾക്ക് വെയിലത്ത് പുറത്തിറങ്ങണമെങ്കിൽ സൺസ്ക്രീൻ തേക്കേണ്ടത് അനിവാര്യമാണ്. 4ാമതായി 2.9% ക്യാൻസർ ഉണ്ടാവുന്നത് ശാരീരിക അധ്വാനം ഇല്ലാത്തത് കൊണ്ടും 1.9% മോശം ഭക്ഷണ രീതി കൊണ്ടുമാണ്. നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പ്രോസസ്ഡ് ആഹാരത്തെയും ആഡഡ് പഞ്ചസാരയെയും ഒഴിവാക്കുക. പറ്റാവുന്നത്ര വിവിധ രൂപത്തിലുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ബെറികൾ, നട്ട്സ്, സീഡുകൾ, ഹെർബുകൾ, ഹോൾ ഗ്രെയിൻസ്, ബീൻസ്, പാല്, മുട്ട എന്നിവ ദിവസവും കഴിക്കാൻ ശ്രദ്ധിക്കുക. പാക്കറ്റ് ഫുഡുകളിൽ ചേർക്കുന്ന നിറം കാർസിനോജനിക് ആണ്. കാർസിനോജൻസ് എന്നാൽ ക്യാൻസർ വരുത്തുന്ന എന്നാണ് അർത്ഥം. എന്നാൽ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ വൈകിയാണ് നാം അറിയുന്നത്. ബ്രെഡ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറയുന്നു, അതിൽ ചേർക്കുന്ന പൊട്ടാസ്യം ബ്രോമേറ്റ് കുറേ കാലം ബ്രെഡിൽ ഉപയോഗിച്ചിരുന്നു. 10-20 കൊല്ലമായിട്ടേ ഉള്ളൂ അത് കാർസിനോജനിക് ആണെന്ന് കണ്ടെത്തിയിട്ട്. ബ്രെഡ് കമ്പനികൾ ഇനി മുതൽ ബ്രെഡിൽ ഇവയൊന്നും ചേർക്കുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ നാം കഴിച്ചതും ഉള്ളിലാക്കിയതും എത്രയാണെന്ന് ഓർത്തു നോക്കൂ. തമിഴ്നാടിനും ഗോവയ്ക്കും ശേഷം ഇപ്പോൾ കർണാടകയും കൃത്രിമ ഫുഡ് കളറിംഗിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം കബാബിൽ നിറത്തിനായി സൺലൈറ്റ് യെല്ലോയും കാർമോസിസിലും ഉപയോഗിച്ചിരുന്നു. സൺലൈറ്റ് യെല്ലോ എന്ന കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ യൂറോപ്യൻ യൂണിയനിലാണെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കരുതെന്ന് അതിൽ ലേബൽ ഒട്ടിക്കേണ്ടി വരും. CSPIയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആദ്യം ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ അമേരിക്ക നിരോധിച്ച നിരവധി കെമിക്കലുകളുടെ നീണ്ട പട്ടിക കാണാം. 2018 സ്റ്റൈറിൻ, മൈസിൻ, ബെൻസെഫീൻ എന്നിവ നിരോധിച്ചിരുന്നു. ഇപ്പോൾ ഏറ്റവും സുരക്ഷിതമായ മാർഗം പാക്കേജ്ഡ് ഭക്ഷണം കഴിക്കാതെ നാച്ചുറൽ ഭക്ഷണം കഴിക്കുക, ഫ്രഷ് ലോക്കലായി ഭക്ഷണം കഴിക്കുക, ശാരീരിക വ്യായാമവും ആക്റ്റീവ് ലൈഫ് സ്റ്റൈലും നോക്കുക എന്നതാണ്. കൃത്യമായി വ്യായാമം ചെയ്യുക. അതിൽ സ്ട്രെച്ചിങ്, കാർഡിയോ, സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങി 3 തരത്തിലുള്ള വ്യായാമവും ചെയ്യുക. സ്ട്രെച്ചിങ് വളരെ പ്രധാനമാണ്. കാരണം മസിലുകൾ അയഞ്ഞു കിട്ടും. നീന്തൽ, ഓട്ടം തുടങ്ങിയ വ്യായാമങ്ങളും കാർഡിയോ വ്യായാമങ്ങളാണ്. അതിൽ നിങ്ങളുടെ ഹൃദയമിടിപ്പ് വർദ്ധിക്കും. ഭാരമെടുക്കുന്നതൊക്കെ സ്ട്രെങ്ത് ട്രെയിനിങ്ങിൽ വരുന്ന വ്യായാമങ്ങളാണ്. അടുത്തതായി പറയാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. വായുമലിനീകരണവും കീടനാശിനികളുമൊക്കെ. പല കീടനാശിനികളും കാർസിനോജനിക്കുകളാണ്. നിങ്ങളുടെ പണിയിടങ്ങളിൽ എവിടെയെങ്കിലും ബെൻസീൻ, ആസ്ബറ്റോസ്, വിനൈൽ ക്ലോറൈഡ്, ആർസെനിക് എന്നിവ ഉപയോഗിക്കുന്നില്ലെന്ന് കരുതുന്നു. കാരണം ഇന്റർനാഷണൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെല്ലാം മനുഷ്യന് ക്യാൻസർ ഉണ്ടാക്കുന്ന കാർസിനോജനിക്കുകളുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും ഉപയോഗം കൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ വരാം. വായുമലിനീകരണം നിങ്ങളുടെ കൈകളിലല്ല, എന്നാലും അവയുമായുള്ള സമ്പർക്കം പരമാവധി കുറയ്ക്കുക. വികസ്വര രാജ്യങ്ങളിലെ ക്യാൻസറിന് കാരണമായ ഏറ്റവും വലിയ ഘടകമാണ് വൈറസുകൾ. പലതരത്തിലുള്ള വൈറസുകൾ ക്യാൻസറിന് കാരണമാകും. ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് സിയുടെ വൈറസ്, HIV വൈറസ്, ഹ്യൂമൻ ഹെർപ്പിസ് വൈറസ്, ഹ്യൂമൻ T ലിഫോട്രോപിക് വൈറസ്, മെർക്കൽ സെൽ പോളിയോമോ വൈറസ്, HPV വൈറസ്. ഇവയിൽ നിന്ന് രക്ഷപ്പെടാൻ ലളിതമായൊരു മാർഗമുണ്ട്. ഡോക്ടർമാർ ഇവയ്ക്കെതിരെ എടുക്കാൻ പറയുന്ന വാക്സിനുകൾ നിർബന്ധമായും എടുക്കുക. ഹെപ്പറ്റൈറ്റിസ് ബിക്കും സിക്കുമുള്ള വാക്സിനുകൾ എന്തായാലും എടുക്കണം. ഇതെല്ലാം പലപ്പോഴും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് എടുത്തു കാണും. പക്ഷേ HPV
ഒരു പുതിയ വാക്സിനാണ്, അത് നിർബന്ധമായി എടുക്കണം. സുഹൃത്തുക്കളെ, ഇതെല്ലാം മനസ്സിൽ വെക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ക്യാൻസർ വരാനുള്ള റിസ്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു കാരണമുണ്ട്. നമ്മളിങ്ങനെ നിരന്തരം രാഷ്ട്രീയം അത് ഇതൊക്കെ പറയണം, അന്നന്നത്തേക്ക് മാത്രം ആവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം നീണ്ടു കിടക്കുകയാണല്ലേ. അപ്പം നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഹെൽത്തിയായി ജീവിക്കാൻ, കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിലും ശാരീരിക കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ ഇത്തരം കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ എത്ര പേര് ഈ വീഡിയോ മുഴുവൻ കണ്ടെന്നറിയില്ല, പക്ഷേ ആരെങ്കിലും ഒക്കെ കാണുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിത രീതി മാറ്റാനും ലൈഫ് സ്റ്റൈൽ മാറ്റാനും ഒക്കെ ഉപകരിക്കും. നല്ലൊരു വീഡിയോ സമ്മാനിച്ചതിന് താങ്ക് യു ധ്രുവ്.